Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shiga's Cafe. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കോഫി പുഡിങ് കുറേ പേര് ഉണ്ടാക്കിയിട്ട് അവർക്ക് കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മളിതിൽ ഈ ഒരു പുഡിങ് സെറ്റാവാൻ നമ്മൾ ചൈനാഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാതെയാണ് ഈ ഒരു പുഡിങ് സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ ഈദിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഡിങ്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോഫി പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു അളവിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പുഡിങ് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ആട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആവണം, എന്നാലേ ഒരു പുഡിങ് നമുക്ക് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു അളവിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കറക്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഫി പൗഡർ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോഫി പൗഡറൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഈ ഒരു കോഫി പുഡിങ്ങിൽ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് ഈ ഒരു പുഡിങ്. അപ്പോൾ ഞാൻ കൊക്കോ പൗഡറും ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഓൾ മിൽക്കാണ്, ഫ്രഷ് മിൽക്ക് അല്ല കേട്ടോ. ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഒരു 3 കപ്പ് പാലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 3 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ഇതാ 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാലും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കോൺഫ്ലവറും കൊക്കോ പൗഡറും കോഫി പൗഡറൊക്കെ നന്നായിട്ട് ഈ ഒരു പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ മധുരമോ കോഫി ഫ്ലേവറൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കോഫി ഫ്ലേവർ കുറവാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അരിപ്പയിൽ കൂടെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ഇതിൽ എന്തെങ്കിലും അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ നമ്മളിത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഒരു പെട്ടെന്ന് തിക്കായി വരും, പക്ഷേ ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കോഫി പൗഡറിൻ്റെ ഫ്ലേവറിന് പകരം നിങ്ങൾക്ക് കൂടുതൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ പുഡിങ് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പുഡിങ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. നന്നായിട്ട് ഇത് തിളച്ച ശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ ഈ ഒരു പുഡിങ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാലും നമുക്കൊരു പുഡിങ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. പിന്നെ കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ടും ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്ന ബൗളിൽ ഒരല്പം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ആക്കിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. എന്നാലും നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റായി വരുമ്പോൾ ഈ ബൗളിൽ നിന്ന് പെട്ടെന്ന് ഇളകി വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് പുഡിങ്ങിൻ്റെ ബാറ്റർ ഇതാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇത് നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം തന്നെ ഈ ഒരു പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളിത് കൈ വെച്ച് തൊടുമ്പോൾ തന്നെ ഈ ഒരു പാനിൽ നിന്ന് നന്നായിട്ടിത് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ നമുക്ക് 1 മണിക്കൂറൊന്ന് വെച്ചാൽ മതി.
അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഇതാ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കണം. അപ്പോഴേ നമുക്ക് ഈ ഒരു പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ട്രേ നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞാനിത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഈ പുഡിങ് ഒരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രീസറിൽ ഒരുപാട് നേരം ഈ ഒരു പുഡിങ് വെക്കരുത്, അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് കമഴ്ത്തി കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു പുഡിങ് നന്നായിട്ട് ഇതിന്ന് വേറിട്ട് വരും. അപ്പോൾ നമ്മളൊരു ബട്ടറൊക്കെ തേച്ച് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പുഡിങ് ഇങ്ങനെ വേറിട്ട് വരുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കൊക്കോ പൗഡർ ഇടാതെയാണ് ഇത് കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ്. ഒരു കൊക്കോ പൗഡറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ എനിക്ക് കൊക്കോ പൗഡർ ഇടാതെ കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ പുഡിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പുഡിങ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കത്തി ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പുഡിങ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ജലാറ്റിനും ചൈനാഗ്രാസും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പുഡിങ് ഇതാ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നല്ല കോഫി ഫ്ലേവറും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ് കഴിക്കാൻ. പിന്നെ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മളൊരു പുഡിങ് സെറ്റായ ശേഷം ഒരു അരമണിക്കൂർ ഫ്രീസറിലും കൂടെ വെക്കണം. എന്നാലേ നമുക്കിതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിഗാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്